മോദി ഗുരുവായൂരിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ഗുരുവായൂരിലെത്തും. നടനും BJP നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനും ഗുരുവായൂർ തൃപ്രയാർ ക്ഷേത്ര ദർശനത്തിനു വേണ്ടിയാണ് മോദി എത്തുന്നത്. ശ്രീകൃഷ്ണ കോളേജ് മൈതാനത്ത് ഹെലികോപ്റ്ററിൽ ഇറങ്ങി രാവിലെ 7:40 പ്രധാനമന്ത്രി ക്ഷേത്രത്തിലെത്തുക. 8 മണിവരെ ക്ഷേത്ര ദർശനം. ശേഷം ഗുരുവായൂർ നടയിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കും. കൂടാതെ ഇന്ന് വിവാഹം നടക്കുന്ന 30ഓളം വധൂവരന്മാരെ കണ്ട് പ്രധാനമന്ത്രി ആശംസകൾ അർപ്പിക്കും. പ്രധാനമന്ത്രി 2.5 മണിക്കൂറോളം ഗുരുവായൂരിലുണ്ടാകും. 9:30യോടെയാണ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഗുരുവായൂരിൽ നിന്ന് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് പോവുക. ഏകദേശം 1 മണിക്കൂർ അവിടെ ചെലവഴിച്ച ശേഷം തിരികെ കൊച്ചിയിലേക്ക് മടങ്ങും. അങ്ങനെയാണ് ഇന്നത്തെ മോദിയുടെ ഒരു പരിപാടികളുടെ ടൈം ചാർട്ട് എന്ന് പറയുന്ന തരത്തിലാണ്. ഇപ്പോൾ നമുക്കൊപ്പം ശ്യാം പ്രസാദ് ഉത്തമൻ ഉണ്ട്. ഒപ്പം തന്നെ ലിഷോയി, രാഗിൻ, അരുൺ അമൃതനാഥ് എന്നിവരാണ് വിവിധയിടങ്ങളിൽ നിന്നായി വിവരങ്ങളുമായുള്ളത്. ആദ്യം ലിഷോയിലേക്ക് പോവുകയാണ്. ലിഷോയി, ഇതാ തൃശ്ശൂരിലേക്ക് 2 ആഴ്ചയ്ക്കിപ്പുറം വീണ്ടും തൃശ്ശൂരിലേക്ക് നരേന്ദ്രമോദി എത്തുകയാണ്. തൃശ്ശൂർ എന്നുള്ള സ്വപ്നം BJPയുടെ സ്വപ്നമുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഗുരുവായൂർ ക്ഷേത്ര ദർശനമാണ്, ഒപ്പം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവുമാണ് പ്രധാനമായിട്ടുള്ള അജണ്ട എന്ന് പറയുന്നത്. എപ്പോഴേക്ക് മോദി ഗുരുവായൂരിലേക്ക് അവിടേക്ക് പറന്നിറങ്ങുന്നത് എപ്പോഴേക്കാണ് ടൈം? 7 മണിയോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂരിലേക്ക് എത്തുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്ന വിവരങ്ങൾ. അതായത് 7 മണിക്ക് ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്ര മൈതാനിയിലാണ്, ശ്രീകൃഷ്ണ കോളേജിൻ്റെ മൈതാനിയിലാണ് ഹെലികോപ്റ്റർ ഇറങ്ങുക. അതിനുശേഷമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തുക. നടൻ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ അതിനുശേഷം ക്ഷേത്ര ദർശനത്തിന് ശേഷമായിരിക്കും പങ്കെടുക്കുക. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന ഇതാണ് 4 മണ്ഡപങ്ങൾ. ഈ 4 മണ്ഡപങ്ങളിലായി ആണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ എല്ലാ വിവാഹങ്ങളും നടക്കാറുള്ളത്. ഇത്ര നേരം, അതായത് 6 മണി വരെ കൃത്യമായി പറഞ്ഞാൽ 18ലേറെ വിവാഹങ്ങളാണ് ഇതുവരേക്കും നടന്നത്. ഈ 6 മണിക്ക് ശേഷം ഇവിടെ നിന്നും മറ്റ് വിവാഹങ്ങളെല്ലാം തന്നെ, വിവാഹ പാർട്ടികളെല്ലാം തന്നെ മാറ്റിയിട്ടുണ്ട്. ഇനി ഈ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്ന ആദ്യത്തെ ഈ ഒരു മണ്ഡപത്തിലാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടക്കുക. ഇവിടെയാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുകയും ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഇവിടെ നേരത്തെ പല വിവാഹങ്ങൾ നടന്നിരുന്നു. കൂടാതെ ഇപ്പുറത്ത് മറ്റൊരു പ്രധാനപ്പെട്ട ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതായത് ഇവിടെയാണ് VIP-കൾക്ക് ഇരിക്കുന്നതിന് വേണ്ടി സുരേഷ് ഗോപിയുടെ പ്രത്യേക ക്ഷണിതാക്കൾക്ക് ഇരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ഇടം സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ ആണ് മോഹൻലാലും മോഹൻലാലിൻ്റെ ഭാര്യ സുചിത്ര മോഹൻലാൽ, ദിലീപ്, മമ്മൂട്ടി, സുൽഫത്ത് മമ്മൂട്ടി, ഖുശ്ബു തുടങ്ങി ബിജു മേനോൻ, അങ്ങനെ നിരവധി സിനിമാ താരങ്ങൾ ഇവിടേക്കാണ് എത്തുക. ഇവിടെയാണ് അവർ ഇരിക്കുക. അതിന് തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും അവിടെ 2 വധൂവരന്മാരിരിക്കുന്നുണ്ട്. അതായത് അവർ അല്പസമയത്തിനകം തന്നെ വിവാഹിതരാകും. അവരുടെ വിവാഹ സമയമായിട്ടില്ല, പക്ഷേ അവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ നിരവധി വധൂവരന്മാർ ഇവിടെ ഇരിക്കും. അവരെയും പ്രധാനമന്ത്രി ആദ്യം വന്ന് ആശീർവദിക്കും. അതായത് ആദ്യം ക്ഷേത്ര ദർശനം നടത്തും ഇവിടെ എത്തിയാൽ, ഗുരുവായൂരിലെത്തിയാൽ. അതിനുശേഷം ഈ വധൂവരന്മാരെ ആയിരിക്കും ആദ്യം പ്രധാനമന്ത്രി ആശംസകൾ അറിയിക്കുന്നതും ആശീർവദിക്കുന്നതും എല്ലാം തന്നെ. അതിനുശേഷമായിരിക്കും ഈ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുക. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിന് ഒപ്പം തന്നെ മറ്റ് വിവാഹങ്ങളും നടക്കുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ 3 മണ്ഡപങ്ങളിലായി വിവാഹം നടക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. എല്ലാ മണ്ഡപങ്ങളിലും നടക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കൂടി വരേണ്ടതുണ്ട്. എന്തായാലും അല്പസമയത്തിനകം ഇവിടെ നിന്ന് മാധ്യമങ്ങളെ ഉൾപ്പെടെ ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്യും. പൂർണ്ണമായും പോലീസിൻ്റെ നിയന്ത്രണത്തിലാകും. എന്തായാലും ഇവിടെ നിന്ന് മറ്റ് വിവാഹ പാർട്ടികളെല്ലാം തന്നെ ഇതിനോടകം തന്നെ മാറ്റിയിട്ടുണ്ട്. ഇനി ആർക്കും തന്നെ ഇങ്ങോട്ടേക്ക് പ്രവേശനമില്ല എന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രി അല്പസമയത്തിനകം, അല്ലെങ്കിൽ ഏകദേശം 1 മണിക്കൂറിനകം തന്നെ ഗുരുവായൂരിലേക്ക് എത്തും. അത് വലിയ രീതിയിൽ ചർച്ചയാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാകും ഇവിടെ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്.